നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിലെ ഹോട്ടലുകളിലെ കള്ള് വിതരണത്തെക്കുറിച്ചാണ്. കുറച്ച് പുതിയ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെ, 2024-ലും പിന്നെ ഇപ്പോൾ 2025-ലും ചില മാറ്റങ്ങൾ വന്നു. നമ്മുടെ കയ്യിലുള്ളത് സർക്കാർ വിജ്ഞാപനങ്ങളാണ്. ഉം, അപ്പോൾ ഈ സ്റ്റാർ ഹോട്ടലുകളിലും റിസോർട്ടുകളിലുമൊക്കെ കള്ളു കൊടുക്കുന്നതിനെപ്പറ്റി എന്തൊക്കെയാണ് മാറിയത്? നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം, അല്ലേ? തീർച്ചയായും. ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് 2024 ഫെബ്രുവരിയിലെ കേരള ഹോട്ടലുകളിലും റിസോർട്ടുകളിലും കള്ള് വിളമ്പൽ ചട്ടങ്ങൾ 2024. ആ, ഓക്കെ. പിന്നെ ഈ അടുത്ത്, അതായത് 2025 ഓഗസ്റ്റില് അതിലൊരു പ്രധാനപ്പെട്ട ഭേദഗതിയും വന്നു. ഈ രണ്ട് ഡോക്യുമെന്റ്സും നമുക്ക് നോക്കാം. ശരി. അപ്പോൾ ഈ 2024 നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ ആർക്കൊക്കെയായിരുന്നു ആദ്യം ഈ ലൈസൻസ് കിട്ടാൻ യോഗ്യത? എന്തായിരുന്നു അതിന്റെ ഒരു ക്രൈറ്റീരിയ? അതെ, തുടക്കത്തിൽ കുറച്ചു സ്ട്രിക്റ്റ് ആയിരുന്നു. കേന്ദ്ര ടൂറിസം മന്ത്രാലയം അംഗീകരിച്ച് 3 സ്റ്റാർ അല്ലെങ്കിൽ അതിനു മുകളിലുള്ള ഹോട്ടലുകൾക്ക്. ഓക്കെ. പിന്നെ സർക്കാർ അംഗീകാരമുള്ള ടൂറിസം കേന്ദ്രങ്ങളിലെ അതേ നിലവാരമുള്ള റിസോർട്ടുകൾ അവർക്കും കിട്ടുമായിരുന്നു. അപ്പോൾ ലൈസൻസ് അത് ഫോം T1 എന്നാണോ പറഞ്ഞത്? അതെ, ഫോം T1 ലൈസൻസ്. അത് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറാണ് കൊടുക്കുന്നത്. എക്സൈസ് കമ്മീഷണറുടെ ഓർഡർ പ്രകാരം. അതിന് ഫീസൊക്കെ ഉണ്ടോ? ഉണ്ട്. വാർഷിക വാടകയായിട്ട് 10,000 രൂപ. ശരി. തുടക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നല്ലോ. അതായത് ഹോട്ടലിന്റെ സ്വന്തം കോമ്പൗണ്ടിലെ തെങ്ങിൽ നിന്നെടുക്കുന്ന കള്ള് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്നത്. അതെ അതെ, അതൊരു പ്രധാന പോയിന്റായിരുന്നു. 2024-ലെ ചട്ടം 5 അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അവരുടെ വളപ്പിലെ തെങ്ങുകൾ, അതിൽ നിന്ന് ചെത്തുന്ന കള്ളു മാത്രം. അതിനവർ ട്രീ ടാക്സും അടക്കണം. എന്തായിരിക്കാം കാരണം? ഒരുപക്ഷെ ക്വാളിറ്റി ഉറപ്പാക്കാനോ മറ്റോ? ഒരുപക്ഷെ അതാവാം. ഹോട്ടൽ വളപ്പിൽ തന്നെയുള്ള ഉൽപ്പാദനമാവുമ്പോൾ ഒരു നിയന്ത്രണമുണ്ടാവല്ലോ. പിന്നെ വേറെയും കുറേ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? കള്ള് നല്ല നാച്ചുറൽ ആയിരിക്കണം, ലഹരി കൂട്ടാനൊന്നും ചേർക്കാൻ പാടില്ല, അതിന്റെ ഘടന മാറ്റരുത്. ആർക്കൊക്കെയായിരുന്നു ഇത് വിൽക്കാൻ അനുമതി? ഹോട്ടലിലെ താമസക്കാർക്ക്, പിന്നെ അവരുടെ അതിഥികൾക്കും. അതും ഹോട്ടൽ കോമ്പൗണ്ടിന് ഉള്ളിൽ മാത്രം. പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല? ഇല്ല, പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. വിളമ്പാനും കുറച്ച് സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റെസ്റ്റോറന്റ്, സ്വിമ്മിംഗ് പൂളിനടുത്ത്, പുൽത്തകിടി, റൂഫ് ഗാർഡൻ, അങ്ങനെയുള്ള സ്ഥലങ്ങളില്. സമയപരിധിയുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. സാധാരണ രാവിലെ 11 തൊട്ട് രാത്രി 11 വരെ. ടൂറിസ്റ്റ് സ്ഥലങ്ങളിലാണെങ്കിൽ രാവിലെ 10 തൊട്ട് രാത്രി 12 വരെ. ഓക്കെ. പിന്നെ ഈ ഡ്രൈ ഡേയ്സ്, അതായത് മദ്യം വിളമ്പാൻ പാടില്ലാത്ത ദിവസങ്ങൾ? അതും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗാന്ധി ജയന്തി, ശ്രീനാരായണ ഗുരുജയന്തി, സമാധി ദിനം, പിന്നെ ദുഃഖവെള്ളി, ലഹരി വിരുദ്ധ ദിനം, ഇലക്ഷൻ ദിവസങ്ങൾ, അങ്ങനെയുള്ള ദിവസങ്ങളിൽ കൊടുക്കാൻ പാടില്ല. പിന്നെ ഹോട്ടലിന്റെ ലൊക്കേഷനും നിബന്ധനകളുണ്ടായിരുന്നല്ലോ അല്ലേ? ഉണ്ടായിരുന്നു. 3 സ്റ്റാർ ഹോട്ടൽ അല്ലെങ്കിൽ റിസോർട്ടാണെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, ശ്മശാനങ്ങൾ, SC/SD കോളനികൾ, ഇതിൽ നിന്നൊക്കെ 200 മീറ്റർ ദൂരം വേണം. 200 മീറ്റർ? അതെ. 4 സ്റ്റാറും അതിനു മുകളിലുമാണെങ്കിൽ 50 മീറ്റർ മതി. ഇത് സാധാരണ ബാർ ലൈസൻസിനും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണോ? അതെ, ഈ ദൂരപരിധി നിയമങ്ങളൊക്കെ കേരള അബ്കാരി നിയമങ്ങളിൽ പൊതുവെ ഉള്ളതാണ്. സാമൂഹികമായിട്ടുള്ള ചില കാര്യങ്ങൾ പരിഗണിച്ചാണ് അതൊക്കെ. ശരിയാണ്. പിന്നെ ആ മുന്നറിയിപ്പ് ബോർഡുകൾ? അത് നിർബന്ധമാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, മദ്യപിച്ച് വാഹനമോടിക്കുന്നത് ശിക്ഷാർഹമാണ്. ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലും വ്യക്തമായി കാണുന്ന രീതിയിൽ വെക്കണം. അപ്പോ ഇങ്ങനെയൊക്കെ വളരെ നിയന്ത്രിതമായി തുടങ്ങിയ ഈ സംവിധാനത്തിലാണ് 2025 ഓഗസ്റ്റിൽ ഒരു മാറ്റം വരുന്നത്, അല്ലേ? അതെ, സംസ്ഥാനത്തിന്റെ പുതിയ അബ്കാരി നയത്തിന്റെ ഭാഗമായിട്ടാണ് ആ ഭേദഗതി വന്നത്. എന്തായിരുന്നു ആ പ്രധാനപ്പെട്ട മാറ്റം? അതൊരു വലിയ മാറ്റം തന്നെയായിരുന്നു. നേരത്തെ പറഞ്ഞ ചട്ടം 5 ഭേദഗതി ചെയ്തു. അതനുസരിച്ച് ഹോട്ടലുകൾക്കും റിസോർട്ടുകൾക്കും അവരുടെ സ്വന്തം വളപ്പിലെ കള്ളിനു പുറമെ അതേ എക്സൈസ് റേഞ്ചിലുള്ള ലൈസൻസുള്ള കള്ളുഷാപ്പുകളിൽ നിന്നും കള്ളു വാങ്ങാൻ അനുമതിയായി. ഓഹോ, അപ്പൊ പുറത്തുനിന്നും വാങ്ങാം എന്ന നിലയിലേക്ക് വന്നു. അതെ, അതേ എക്സൈസ് റേഞ്ചിൽ നിന്നായിരിക്കണമെന്ന് മാത്രം. അതായത് അവരുടെ ഹോട്ടൽ നിൽക്കുന്ന അതേ എക്സൈസ് അധികാര പരിധിയിലുള്ള ഷോപ്പിൽ നിന്ന്. അതിന് പ്രത്യേകം പെർമിഷൻ വല്ലതും വേണോ? വെറുതെ പോയി വാങ്ങാൻ പറ്റുമോ? ഇല്ലില്ല, അതിന് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ കയ്യിൽ നിന്നൊരു പ്രത്യേക പെർമിറ്റ് വാങ്ങണം. ഓക്കെ. അതും പോരാഞ്ഞ് അങ്ങനെ കൊണ്ടുപോകുന്ന ഓരോ ലിറ്റർ കള്ളിനും 2 രൂപ പെർമിറ്റ് ഫീസും അടയ്ക്കണം. ശരി ശരി. അപ്പൊ സ്വന്തമായിട്ട് ആവശ്യത്തിന് കള്ള് ചെത്താൻ സൗകര്യമില്ലാത്ത ഹോട്ടലുകൾക്ക് ഇതൊരു സഹായമാകും, അല്ലേ? ഒരുപക്ഷെ അതാവാൻ കാരണം.
കള്ളിന്റെ ലഭ്യത ഉറപ്പാക്കുക എന്നൊരു ലക്ഷ്യം കാണും. ഇപ്പോഴത്തെ ഫോം T1 ലൈസൻസിൽ ഈ മാറ്റം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വ്യക്തമായി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഇതാണ്. തുടക്കത്തിൽ ഹോട്ടലുകൾക്ക് സ്വന്തം കോമ്പൗണ്ടിലെ തെങ്ങിൽ നിന്ന് ചെത്തുന്ന കള്ള് മാത്രമേ വിൽക്കാൻ പറ്റിയിരുന്നുള്ളൂ. അതെ. എന്നാൽ 2025-ലെ ഈ ഭേദഗതി വന്നതോടെ അതേ എക്സൈസ് റേഞ്ചിൽ വരുന്ന ലൈസൻസുള്ള ഷാപ്പുകളിൽ നിന്ന് പ്രത്യേക പെർമിറ്റോടുകൂടി കള്ള് വാങ്ങി ഹോട്ടലുകളിൽ വിളമ്പാൻ അനുമതിയായി. അതെ, അതാണ് ചുരുക്കം. ഹോട്ടലുകൾക്ക് കള്ള് കിട്ടാനുള്ള വഴി കുറച്ചുകൂടി എളുപ്പമായി എന്ന് പറയാം. ഇനി നിങ്ങൾ ആലോചിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്താണത്? ഈ ഹോട്ടലുകൾക്ക് പുറത്തുനിന്നുള്ള ഷാപ്പുകളിൽ നിന്നും കള്ളു വാങ്ങാൻ അനുമതി കൊടുത്തല്ലോ. ഇത് ചിലപ്പോൾ കള്ളിന്റെ ലഭ്യത കൂട്ടാനും പലതരം കള്ളു പരിചയപ്പെടുത്താനുമൊക്കെ സഹായിച്ചേക്കാം. ശരിയാണ്. പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഈ പ്രീമിയം ഹോട്ടലുകളിലൊക്കെ വിളമ്പുന്ന കള്ളിന്റെ ആ ഒരു തനിമ അല്ലെങ്കിൽ അതിന്റെ ഗുണമേന്മ, അതിനെ ഇതെങ്ങനെയായിരിക്കും ബാധിക്കുക? അതൊരു ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. സ്വന്തം വളപ്പിൽ നിന്ന് മാത്രം എടുക്കുമ്പോഴുണ്ടായിരുന്ന ആ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അതേപോലെ നിലനിർത്താൻ പറ്റുമോ? ഇതൊരു തുടർന്നും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്.